ഹായ് മക്കളെ, എല്ലാവർക്കും ഏകണന്റെ ഈ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. തമ്പിൽ സൂചിപ്പിച്ച പോലെ തന്നെ കെമിസ്ട്രിയിൽ ഇത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞവർ ഇനി ഖേദിക്കേണ്ടി വരും. എന്താണ് ആ ബുദ്ധിമുട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. കെമിക്കൽ ബോണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ രാസബന്ധനം എന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേം ആണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദാറ്റ് ഈസ് വാലൻസി അഥവാ സംയോജകത. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ, വാലൻസി അഥവാ സംയോജകത. അപ്പൊ സാധാരണയായിട്ട് മക്കളോട് എന്ത് ചെയ്യും? ഈ വാലൻസി അഥവാ സംയോജകത നമുക്ക് കണ്ടുപിടിക്കാനുണ്ടാവും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വാലൻസി അഥവാ സംയോജകത കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് കെമിക്കൽ ആയിട്ടുള്ള ബാക്കിയുള്ള ഫോർമുലാസ് അല്ലെ, രാസസൂത്രങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് വാലൻസി അല്ലെങ്കിൽ സംയോജകത എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം മക്കൾ മനസ്സിലാക്കേണ്ടത് എന്താണ് വാലൻസി അല്ലെങ്കിൽ സംയോജകത എന്നുള്ളതാണ്. അതായത് രാസപ്രവർത്തന സമയത്ത് ഇലക്ട്രോൺസുകൾ കൊടുക്കുകയോ അല്ലെങ്കിൽ വാങ്ങുകയോ അല്ലെങ്കിൽ ഷെയർ ചെയ്യുകയോ ചെയ്യുന്ന ഇലക്ട്രോൺസുകളുടെ എണ്ണമാണ് എന്ത്? വാലൻസി. നിങ്ങൾ എത്രയും മനസ്സിലാക്കുക, വാലൻസി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസുകളുടെ എണ്ണമാണ്. ഒന്നുകിൽ കൊടുക്കാം, അല്ലെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ ഷെയർ ചെയ്യാം. ഈ മൂന്ന് കൺസെപ്റ്റിനെയും ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് വാലൻസി. അപ്പോൾ ഒരു അറ്റോമിക് നമ്പർ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ വാലൻസി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ്, വാലൻസി കണ്ടുപിടിച്ചാൽ അഥവാ സംയോജകത കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റൂ? കെമിക്കൽ ഫോർമുല അല്ലെങ്കിൽ രാസസൂത്രങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അപ്പൊ ഞാൻ ആദ്യമായിട്ട് നമുക്ക് ഒരു വാലൻസി എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ നോക്കാം. ഇപ്പോൾ അലൂമിനിയം അല്ലെ, എല്ലാവർക്കും അറിയാം അറ്റോമിക് നമ്പർ എത്രയാണ് മക്കളെ? 13 ആണ് അല്ലെ. അറ്റോമിക് നമ്പർ 13 ഉള്ള അലൂമിനിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെ, ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ നമുക്ക് ഈസി ആയിട്ട് അറിയാം അല്ലെ. എല്ലാവരും പഠിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അല്ലെ. 2, 8, 3 റെഡി അല്ലേ? 13. അപ്പൊ ഇതിന്റെ അകത്ത് നിന്ന് നമുക്ക് വാലൻസി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അവസാനത്തെ ഇലക്ട്രോൺസിനെ നമ്മളൊന്ന് നോക്കുന്നു. എത്ര ഇലക്ട്രോൺസ് ഉള്ളത്? 3 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അവസാനത്തെ ഇലക്ട്രോൺസിനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരൊക്കെ ഉണ്ടല്ലേ, ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ബാഹ്യതമ ഇലക്ട്രോൺസ് എന്നൊക്കെ നമ്മൾ വിളിക്കാം. അപ്പൊ ഇവിടെ ബാഹ്യതമ ഏറ്റവും പുറമേ ഉള്ളത് എത്രയാണ് മക്കളെ? 3 ആണ് അല്ലെ. ഒരു കാര്യം മക്കൾ മനസ്സിലാക്കുക, 3 ഇലക്ട്രോൺസ് വന്നാൽ എത്രയായിരിക്കും എന്നറിയോ? വാലൻസി എന്ന് പറയുന്നത് 3 ആയിരിക്കും കേട്ടോ. 3 ഇലക്ട്രോൺസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ മക്കൾ ഒറ്റയടിക്ക് ഒരു സംശയം കൂടാതെ നിങ്ങൾ എഴുതിക്കോളണം, അതിന്റെ ഉത്തരം 3 ആയിരിക്കും അതിന്റെ വാലൻസി അല്ലെങ്കിൽ സംയോജകത. അപ്പൊ നിങ്ങൾ ആലോചിക്കും, അതെങ്ങനെയാ സാറേ? അതായത് അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. ഇലക്ട്രോൺസുകളുടെ എണ്ണവും വാലൻസിയും തമ്മിൽ ഒരു ബന്ധമുണ്ട് അല്ലെ. ഇപ്പോ ഏറ്റവും പുറമെ 1 ഇലക്ട്രോൺസ് ആണെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ വാലൻസി എത്രയായിരിക്കും? 1 ആയിരിക്കും. ഇനി 2 ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ വാലൻസി 2 ആയിരിക്കും. വളരെ സിമ്പിൾ അല്ലെ. ഇനി 3 ഇലക്ട്രോൺസ് ആണ് വരുന്നതെങ്കിലോ 3 ആയിരിക്കും. ഇനി 4 ഇലക്ട്രോൺസ് ആണ് വരുന്നതെങ്കിലോ 4 ആയിരിക്കും. 5 ഇലക്ട്രോൺസ് ആണ് വരുന്നതെങ്കിലോ 5 എന്ന് എഴുതി വെക്കരുത്, എത്രയായിരിക്കും? 3 ആയിരിക്കും. ഇനി 6 ഇലക്ട്രോൺസ് ആണ് വരുന്നതെങ്കിലോ 2 ആയിരിക്കും. 7 ഇലക്ട്രോൺസ് ആണ് വരുന്നതെങ്കിലോ 1 ആയിരിക്കും. 8 ഇലക്ട്രോൺസ് ആണ് വരുന്നതെങ്കിലോ 0 ആയിരിക്കും. അപ്പൊ ഈ ഒരു ചാർട്ട് മക്കളെ മനസ്സിൽ ഉണ്ടായിരിക്കണം. എന്താണ്? 1 ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ 1, 2 വന്നാൽ 2, 3 വന്നാൽ 3, 4 വന്നാൽ 4, 5 വന്നാൽ 3. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 5 മുതൽ ഇങ്ങോട്ടുള്ളത് 8 നമ്മൾ മൈനസ് ചെയ്യാണ്. അതായത് 8ൽ നിന്ന് 5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 3 ആണ് അല്ലെ. 8ൽ നിന്ന് 6 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ആണ്. 8ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ 1 ആണ്. 8ൽ നിന്ന് 8 കുറച്ചാൽ 0 ആണ്. 5 മുതൽ ഇങ്ങോട്ട് 8 നമ്മൾ കുറച്ചെടുക്കുകയാണ്. അപ്പൊ ഈ ചാർട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. 1 ഇലക്ട്രോൺസ് വന്നാൽ 1, 2 ഇലക്ട്രോൺസ് വന്നാൽ 2, 3 ഇലക്ട്രോൺസ് വന്നാൽ 3. ഈ ഒരു ഓർഡറിൽ നമ്മൾ പഠിച്ചു വെക്കണം. ഇപ്പൊ നമ്മുടെ ചോദ്യത്തിലുള്ളത് ഏറ്റവും പുറമെ 3 ഇലക്ട്രോൺസ് ആണ്. ഈ ഈസി ആയിട്ട് 3 ഇലക്ട്രോൺസ് വന്നാൽ അതിന്റെ സംയോജകത അതാ ഈ എഴുതിയിരിക്കുന്നതൊക്കെ എന്താണ്? സംയോജകത അല്ലെങ്കിൽ വാലൻസി ആണ്. ഞാൻ അതിന്റെ മുകളിൽ എഴുതിയേക്കാം, വാലൻസി അല്ലെങ്കിൽ സംയോജകത. ക്ലിയർ ആണല്ലോ മക്കളെ? ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും നേരം നമ്മൾ വാലൻസിയുടെ ചാർട്ടൊക്കെ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ഒന്നുകൂടി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. അതായത് ഫ്ലൂറിൻ. എല്ലാവർക്കും അറിയാം 9 ആണ് അറ്റോമിക് നമ്പർ. ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന സമയത്ത് 2, 7 ആണ് വരിക.
ഇനി കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഇതിന്റെ വാലൻസി ഒന്ന് പറഞ്ഞേ മക്കളെ. ഇതിന്റെ വാലൻസി എത്രയായിരിക്കും വരിക? അവസാനം 7 ഇലക്ട്രോൺസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് 7 ഇലക്ട്രോൺസ് വന്നാൽ അതിന്റെ വാലൻസി എത്രയായിരിക്കും മക്കളെ? 1 ആയിരിക്കും. കണ്ടോ, ഈസി ആയിട്ട് കിട്ടി. കോൺഫിഡന്റ് ഒന്നുകൂടി ലെവൽ കൂട്ടാൻ വേണ്ടി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് ചെയ്തു നോക്കാം. അതായത് സോഡിയം എല്ലാവർക്കും അറിയാം 11 ആണ് അറ്റോമിക് നമ്പർ അല്ലെ. അപ്പൊ നമ്മൾ എഴുതുന്ന സമയത്ത് 281 ഏറ്റവും അവസാനമുള്ളത് 1 ആണ്. 1 ഇലക്ട്രോൺസ് അവസാനം വന്നു കഴിഞ്ഞാൽ കണ്ണും പൂട്ടി എഴുതാം. അതിന്റെ വാലൻസി എത്രയായിരിക്കും മക്കളെ? അതിന്റെ വാലൻസി 1 ആയിരിക്കും അല്ലെ. അപ്പൊ ഇതിന് ആത്യന്തികമായിട്ട് വേണ്ടത് നമുക്ക് ഈ ചാർട്ട് പഠിക്കാന്നുള്ളതാണ്. ഇലക്ട്രോൺസുകളുടെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റണം? നമുക്ക് വാലൻസി അഥവാ സംയോജകത എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പൊ പല കുട്ടികളും നമ്മളോട് ഇത് ബുദ്ധിമുട്ടാണ് എന്ന് പറയാറുണ്ട്. ഈ ഒരൊറ്റ വീഡിയോ അതിനുള്ള ഒരു പരിഹാരമാണ്. അതേപോലെ തന്നെ ഏകണ ലൈവ് ക്ലാസ്സുകളൊക്കെ എന്താണ് മക്കളുടെ വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഇങ്ങനെ തകർക്കുന്നുണ്ട്. ലൈവ് ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണുക. ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും അല്ലെ നമ്മുടെ ലൈവുകളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കിടിലൻ ക്വസ്റ്റ്യനുകൾ, ഇതിന്റെ വിശദമായിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസുകളും നമ്മൾ ഇന്ന് 7:30 നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മക്കൾ എല്ലാവരും ഉണ്ടാവണം. നിങ്ങൾ മാത്രം പോരാ, നിങ്ങളെ കൂട്ടുകാരന്മാരെയും അതുപോലെ തന്നെ കൂട്ടുകാരികളൊക്കെ വിളിച്ചു വരിക. അടിച്ച് പൊളിച്ച നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് നമുക്ക് നല്ല മാർക്ക് വാങ്ങാം. സോ ചിൽഡ്രൻസ്, ഗുഡ് ബൈ.